നമ്മുടെ ജീവിതമാണല്ലോ നമ്മൾ സിനിമയാക്കുന്നത്. അപ്പം ആ ജീവിതം ചെയ്യാൻ ഭയങ്കര ആഗ്രഹം തോന്നി. അപ്പോൾ ആ ആഗ്രഹത്തിൻ്റെ പുറത്ത് എഴുതി വന്ന സാധനങ്ങൾ നമ്മളെടുത്ത് ഇപ്പം നമ്മളതിനകത്ത് സിനിമയിൽ പറയുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീൻ എന്ന് പറയുന്ന ലോഡ്ജിൽ അജേഷ് കൊടുക്കുന്ന മോട്ടിവേഷനാണ്. അത് സാധാരണക്കാരനായ ഒരു മനുഷ്യൻ പറയുന്ന ഒരു ജീവിതത്തെ പറ്റി, അവൻ്റെ കാഴ്ചകളെ പറ്റി സമൂഹത്തിന് കൊടുത്തൊരു മോട്ടിവേഷനാണ്. ഒരു ഫൈറ്റർ, പി ശരിക്കും ഫൈറ്ററാണ്. ആ മോട്ടിവേഷൻ്റെ പുറത്തേക്ക് വന്ന് വീഴുന്നത് ഒരാളുടെ അടിയാണ്. സാധാരണക്കാരൻ മിണ്ടരുത് എന്നാണ്. അതായിരിക്കാം അങ്ങനെയുള്ള ഒരുപാട് ലെയർ ഈ സിനിമയ്ക്കുണ്ട്. അതാണ് ഈ സിനിമ കാലങ്ങളോളം നിലനിൽക്കപ്പെടുന്നത്. അത് കണ്ട ആൾക്കാരല്ല ആരും, ഒരാൾ പോലും ഈ ഒരു എനിക്കിപ്പോൾ ഇഷ്ടപ്പെട്ട സീനാണ് ഞാൻ പറഞ്ഞു കേട്ടോ. അതുപോലെ ഓരോ സീനുകളും വേറൊരു ഒരു ഒരു ചേച്ചി എന്നെ വിളിച്ച് പറഞ്ഞത് പൊന്നി ചോദിക്കാൻ പോകുന്ന സീനുണ്ടല്ലോ, അവിടെ നിൻ്റെ കഴുത്തേ കിടക്കുന്ന മാലതാടി എന്ന് പറയുമ്പോൾ അത് ചെയ്യാത്ത സാധാരണപ്പെട്ട ഒരു സ്ത്രീകളും ഇല്ലെന്നാണ് പറഞ്ഞത്. 2 ദിവസത്തിൽ കടന്താന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരും ടച്ച് ചെയ്യുന്ന ഓരോ സീനുകളാണ്. പിന്നെ മോൻ കിടന്നുറങ്ങുമ്പോൾ അമ്മ ചവിട്ടിയിടുന്നത് എല്ലാ വീട്ടിലും നടക്കുന്നതെന്ന് പറഞ്ഞു. ഉത്തരവാദിത്തം ഇല്ലാത്ത മോനുള്ള എല്ലാ വീട്ടിലും വിഷയം നടക്കുന്നതാണ്. അങ്ങനെ ഓരോ തരത്തിലും നമുക്ക് ചുറ്റും നിൽക്കുന്ന മനുഷ്യരാണല്ലോ, നമ്മൾ ചുറ്റും നിൽക്കുന്ന മനുഷ്യരെയാണ് നമ്മൾ കാണുന്നത്. അവിടെ പി അജേഷ് ഞാൻ തന്നെയാണ്, നമ്മൾ തന്നെയാണ്. അതെ, ആ ഫൈറ്റ് ഇപ്പം നമ്മളിപ്പോൾ രാവിലെ ഞാൻ ഇങ്ങോട്ട് വരുന്നതും ഈ ഫൈറ്റല്ലേ, അടുത്തടുത്ത് കടമ്പുകൾ കടന്നല്ലേ നമ്മൾ വരുന്നത്. അപ്പോൾ അത് ആ സീനാണ് എന്നെ ടച്ച് ചെയ്ത ഒരു സിനിമയിൽ.